അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ പറയുകയാണ്. ഞാൻ 2022 ഇവിടെ ഉടമ്പടി എടുത്തതാണ്. ഇതുവരെ ഉടമ്പടി ജീവിതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അമ്മ മാതാവ് ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്, ഒന്നും തരാതിരുന്നിട്ടില്ല. ഇപ്പം എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്ത് സ്കിന്നെ മുഴുവൻ കുഷ്ഠരോഗം പോലത്തെ ഒരു രോഗം. അത് വൈഫിനെയും കൊച്ചിനെയും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ വെറുക്കാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ, അമ്മ എന്നെ ഇവിടെ എത്തിച്ചിട്ട് എന്താണ് എനിക്ക് ഈ അവസ്ഥ വരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈഫ് വീടിനകം തൂത്തുവാരിയപ്പോൾ അരബക്കറ്റ് സ്കിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് തന്നെ ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡിസംബർ സമയമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ അവിടെ കാണാൻ ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതെനിക്ക് ഡോക്ടറെ കണ്ടാലോ മാറുമെങ്കിൽ എനിക്ക് ഉടനെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഓൺലൈനിൽ ഡയറക്റ്റും എനിക്ക് 2 ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചു. അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളിക്കുക. അത് രണ്ടും അവിടുത്തെ സാധ്യമല്ല, കാരണം കൊടും തണുപ്പാണ്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വേണ്ടി പോയി. മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടുത്തെ ജോലിക്കാർ 2 കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് എൻ്റെ തലയിൽ പിടിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ ചങ്കിനകം പൊട്ടി. ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്ന് അത് ചെയ്യിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ മുറിക്കകത്ത് കയറി കൈ വിരിച്ച് പിടിച്ച് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു. അടുത്ത മാസം മുടിവെട്ടാൻ പോകുമ്പോൾ എൻ്റെ തലയിൽ ഇത് കാണാൻ ഇടവരുത്തരുതേ അമ്മ മാതാവ് എന്ന് പറഞ്ഞു. പിറ്റേ മാസം ഞാൻ മുടിവെട്ടാൻ പോയപ്പോൾ എൻ്റെ തലയിൽ ഒന്നുമില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ ഈ സ്കിന്നിൻ്റെ ശരീരത്തെ ഇത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് മാറി. എൻ്റെ സ്കിൻ ഇങ്ങനെയായിരുന്നു ആദ്യം ഇരുന്നത്. ഇങ്ങനെയായിരുന്നു, വികൃതമായ ഒരു കുഷ്ഠരോഗിയെപ്പോലെ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. ഇത്രയും വികൃതമായിരുന്നു. ഈ സ്കിന്നിൻ്റെ ഡിസീസ് കാരണമായിരുന്നു ഞാൻ ഈ കയ്യിലെല്ലാം ടാച്ചു അടിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. കാരണം ഞാൻ അവിടെ ഒരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ വികൃതമായിട്ടിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കയ്യിലെല്ലാം ഈ ടാച്ചു അടിച്ച് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൈയെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എൻ്റെ അമ്മ മാതാവ് തന്നു. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഞാനൊരു റേഡിയോഗ്രാഫറാണ് ആക്ച്വലി. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അത്രയ്ക്കും വശമില്ല. എൻ്റെ വൈഫിൻ്റെ ഡിപ്പെൻഡിലാണ് ഞാൻ പോയിരിക്കുന്നത്. വൈഫിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാർ വരുന്നത് 9:30-ക്കാണ്. കൊച്ചിൻ്റെ സ്കൂൾ ടൈം 8:30. അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ വിടാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ജോലിയും ആ സമയത്ത് കിട്ടുന്ന ജോലിയില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടുന്നില്ല. ഞങ്ങളൊരു ടൗണിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അടുത്തൊരു കൗൺസിലിൻ്റെ കീഴിലുള്ള ഷോപ്പുകളുണ്ട്. അവിടെ ഒരു മലയാളി സ്റ്റുഡൻറ്റ് ജോലിക്ക് നിൽപ്പുണ്ട്. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ചേട്ടാ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 7:30-ക്ക് ഡ്യൂട്ടിക്ക് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ തരാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഞാൻ ആ കൊച്ചു കാണാതെ വിശുദ്ധ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇവിടെ തന്നെ ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല 8 മണിക്ക് എങ്കിലും വരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ തോന്നു, കൊച്ചിൻ്റെ സ്കൂളിൽ ചെന്ന് ചോദിക്കാം എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബുണ്ട്, നിങ്ങളിവിടെ കൊണ്ടേ ആക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടേ ആക്കി. എനിക്ക് തന്നെ ആ ജോലി കിട്ടി. ഇപ്പോൾ ആ സ്ഥാപനം മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുവാണ്. ഞാനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം. മീന്, പച്ചക്കറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉള്ള കടയാണ്. എനിക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. തിങ്കൾ തൊട്ട് ശനി വരെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. UK ചെയ്യുന്ന ഒരാൾക്ക് പോലും 4 ദിവസത്തിൽ കൂടുതൽ ജോലിയില്ല. എൻ്റെ വൈഫിനേക്കാളും കൂടുതൽ ശമ്പളത്തിൽ ഒരു 3 ലക്ഷം രൂപ മുകളിൽ ഞാൻ ഒരു മാസം ജോലി ചെയ്യുന്നുണ്ട്. കറി വെക്കാനോ പച്ചക്കറി ഒന്നും എനിക്ക് മേടിക്കേണ്ട. പിന്നെ അതിലുപരി എൻ്റെ കൊച്ചിനെ എൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ട് ഇരുത്തി എനിക്ക് ജോലി ചെയ്യാം. വൈഫ് ഡ്യൂട്ടിക്ക് നൈറ്റ് പോകുമ്പോൾ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടേ ആക്കും. ഞാൻ അവളെ അവിടെ ഇരുത്തും. അവൾ പഠിക്കാനുള്ളത് പഠിക്കുകയും എഴുതുകയും ചെയ്യും. ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ ചെയ്യും. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വീട്ടിലോട്ട് പോകും. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം. എൻ്റെ കൊച്ചിൻ്റെ കയ്യിലൊന്ന് ഞാൻ കൊടുക്കുവാണ്. എൻ്റെ പേര് സേറ. ഞാനിപ്പോൾ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാണ്. ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ യെസ് നോ എന്നുള്ള വേർഡ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ആയിട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മാതാവിനെ വിളിച്ച് പറയും. ഇപ്പോൾ ക്ലാസ്സിൽ ടോപ്പാണ്. ഈ ആഴ്ച എൻ്റെ ഹോളി കമ്മ്യൂൺ ആയിരുന്നു. ഞാനിപ്പോൾ
ഇവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛ എൻ്റെ ഹോളി കമ്മ്യൂണിന് വരുമോയെന്ന്. അച്ഛൻ പറഞ്ഞു അച്ഛന് തിരക്കാന്ന്. പക്ഷേ എന്നെയും പപ്പായനെ അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. പിന്നെ ഞാൻ ഹോളി കമ്മ്യൂണിൻ സ്വീകരിച്ച അപ്പം തൊട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാ കരഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷം കൊണ്ടാണ് കരഞ്ഞതെന്ന്. വെന്നെവർ ഞാനിപ്പോൾ ഈശോനെ സ്വീകരിക്കുമ്പോഴത്തേനും എനിക്ക് ഈശോ എന്നെ വന്ന് നിറയുമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് ഞാൻ അച്ഛൻ്റെ ദാനം കേട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. അച്ഛൻ ഒരു ഓറഞ്ച് ഗ്രാഫ് ഇട്ടിട്ട് എന്നോട് വന്ന് പറയുന്നത് ഗോഡ് വിൽ ബ്ലെസ് യു എന്ന്. പിന്നെ ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴത്തേനും ചില പേരൊന്നും മേടിക്കത്തില്ല. അപ്പം എനിക്ക് സങ്കടമാവും. അപ്പം ഞാൻ പപ്പേനോട് പറയും പപ്പ എനിക്ക് സങ്കടമാവുന്നു. അപ്പം പപ്പ പറഞ്ഞ് സങ്കടപ്പെടണ്ടെന്ന്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ കൊടും തണുപ്പാണേലും 3:30 UK എണീക്കും. ആ കൊടും തണുപ്പത്ത് എണീറ്റിട്ട് മുട്ടയെ നീന്തി സമ്പൂർണ്ണ ജപമാല കാഴ്ചവെക്കും. അത് എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ പറയും, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കാലിൻ്റെ മുട്ട് മുഴുവൻ പൊട്ടി വികൃതമായിട്ടിരിക്കുകയാണ് നീന്തി. പിന്നെ ഞാൻ നാട്ടിൽ വെച്ച് വചനം വായിക്കുന്നത് ഇരുന്നുകൊണ്ടായിരുന്നു. ഇപ്പം ഞാൻ UK ചെന്ന് കഴിഞ്ഞ് മുട്ടയെ നിന്ന് മാത്രമേ വചനം വായിക്കാറുള്ളൂ. അരമണിക്കൂർ വായിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഓൺലൈനിൽ കൂടും. പിന്നെ പാവപ്പെട്ട രോഗികളെ കണ്ടുപിടിച്ച് ഒരു 20,000 രൂപ എങ്കിലും ഒരു മാസം ഞാൻ അർഹതപ്പെട്ട രോഗികൾക്ക് എത്തിച്ചു കൊടുക്കും. 3 മാസം കൂടുമ്പോൾ ഇവിടുന്ന് പത്രം 5 കെട്ട് പത്രം, ഇംഗ്ലീഷ് പത്രം ഞാൻ UK അയപ്പിക്കും. ആ പത്രം ഞാനും കൊച്ചും കൂടെ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കും. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, മോള് അവരോട് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് ഞങ്ങളത് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കും.